പാലക്കാട് എലപ്പുള്ളിയിൽ കർഷകരുടെ സ്ഥലം വാങ്ങാൻ സമീപിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ഗോപികൃഷ്ണൻ എന്ന പഞ്ചായത്ത് അംഗവും ഇടനിലക്കാരനുമായ അപ്പുക്കുട്ടൻ. സ്ഥലം വാങ്ങിക്കൊടുക്കുമ്പോൾ ആർക്കാണെന്ന് പറഞ്ഞില്ല. പദ്ധതിക്ക് സർക്കാർ അനുമതി കിട്ടിയാലേ കമ്പനിയുടെ പേര് വെളിപ്പെടുത്തൂ എന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞതായും അപ്പുക്കുട്ടൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എലപ്പുള്ളി പഞ്ചായത്തിലെ ഇപ്പോൾ മദ്യനിർമ്മാണശാല വരാൻ പോകുന്ന സ്ഥലം, അതിൽ കുറച്ച് സ്ഥലം നമ്മുടെ വാർഡ് മെമ്പർ കൂടെയായ അപ്പുക്കുട്ടൻ അദ്ദേഹമാണ് വാങ്ങി നൽകിയത്. അപ്പോൾ അത് സംബന്ധിച്ച് അദ്ദേഹം പറയും. നമുക്കിത് അറിയാം, ഇതിന് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് അറിയാമായിരുന്നു? അറിയില്ല. കമ്പനി അവർ സ്ഥലം വേണം പറഞ്ഞിട്ട് ഒരു പാലക്കാടിലെ ഒരു ഏജൻസി വന്ന് കുറച്ച് സ്ഥലം വേണം എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചിടാനാണ് പറഞ്ഞു. അത്രമാത്രം അറിയുള്ളൂ. എത്ര ഏക്കറാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്? 22 ഏക്കറാണ്. ഇപ്പോൾ ആ 22 ഏക്കർ മൊത്തം വേറെ ഏതെങ്കിലും സ്ഥലം അവർ എടുത്തിട്ടുണ്ടോ? വേറെ കിറ്റക്സിൻ്റെ അടുത്തുണ്ട്. കിറ്റക്സിൻ്റെ അതിൻ്റെ ഇടയിലൊരു ഇത് കഴിഞ്ഞിട്ട് വേണം, കിറ്റക്സിൻ്റെ കഴിഞ്ഞിട്ട് വേണം പിന്നെ അപ്പുറത്ത് വേറെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം എന്നോട് എടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ഞങ്ങൾക്ക് കഴിയില്ല, കാരണം വലിയ കമ്പനിക്കാരനോട് ഞങ്ങൾ പോയി ചോദിച്ചാൽ ഭൂമി തരില്ല. കർഷകർ നമ്മൾ പരിചയമുള്ളതുകൊണ്ട് എടുത്തു തരാം, അത്ര തന്നെ. അങ്ങനെയാണ് അത്. പിന്നെ അവരായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അവർ ന്യായമായ വില തന്നെ എന്തെങ്കിലും ബാർഗൈൻ? കൃഷിക്കാർക്ക് ഇഷ്ടപ്പെട്ട വില കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അവരോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞ വില തന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം വിവാദമൊക്കെ ആയപ്പോഴേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? പ്രശ്നങ്ങൾ പറയുക പറഞ്ഞാൽ ഇത് നമ്മൾ പിന്നെ ഈ ഇടയിൽ പത്രത്തിൽ കണ്ടല്ലോ, സർക്കാർ അനുമതി കൊടുത്തു, എന്താ ഓയസസ് കമ്പനി എന്താ ബ്രൂവറി കൊണ്ട് ആ ന്യൂസ് കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ബ്രൂവറിക്ക് എടുക്കുകയാണെന്നുള്ളതും ഈ ഗ്രൗണ്ട് വാട്ടർ ചൂഷണം ചെയ്തെന്നൊക്കെ അറിഞ്ഞത്. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കമ്പനിക്കാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, കമ്പനി ഏത് കമ്പനിയാണ് ചോദിച്ചു. എന്താ കമ്പനി ചോദിച്ചപ്പോൾ ഞങ്ങൾ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അനുമതി കിട്ടുന്നതിന് പ്രകാരമേ കമ്പനി വെളിപ്പെടുത്താൻ പറ്റുള്ളൂ പറഞ്ഞു. പിന്നെ നമ്മളൊരു ഏജൻറ്റ് എന്ന നിലയ്ക്ക് പിന്നെ കൂടുതൽ അവരോട് ചെയ്യാൻ തന്നില്ല. ഈ സ്ഥലത്ത് ശരിക്കും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കർഷകർ ഈ പറഞ്ഞ സ്ഥലത്ത് കൃഷി ആരും ചെയ്യില്ല. 22 ഏക്കറും തരിച്ച് കിടക്കുകയാണ്. അല്ലെ 2 ഏക്കർ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ജലസൂഷണം ചെയ്യാൻ ഒരിക്കലും സമയമില്ല. കാരണം എനിക്കിവിടെ 5 ഏക്കർ കൃഷിയുണ്ട്. ഇതിൻ്റെ കുറച്ചൊരു 100 മീറ്റർ അപ്പുറത്ത് ഞാൻ അവിടെ ബോർ വെള്ളം കൊണ്ടാണ് കൃഷി ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ ജലം ഊറ്റി പറഞ്ഞാൽ എൻ്റെ ബോറിൽ വെള്ളം പോയി എനിക്ക് നഷ്ടം വരും. അതുകൊണ്ട് അതിന് ഞങ്ങൾ പഞ്ചായത്ത് ഒറ്റക്കെട്ടായി നിൽക്കും. അതിൻ്റെ കൂടെ ഞാൻ പാർലമെൻ്ററി ലീഡറാണ് കോൺഗ്രസിൻ്റെ ഭരണകക്ഷിൻ്റെ. അപ്പോൾ ഞങ്ങളത് എന്തായാലും അവർച്ച് നിൽക്കും. അതിൽ നിങ്ങളൊന്നും വരും. ഭൂമി എടുത്ത് തരുന്നത് അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗം. അതുകൊണ്ട് കമ്പനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇല്ല, ജലചൂഷണം ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ എൻ്റെ വാർഡിൽ ഈ ഭാഗത്തെ ആൾക്കാർ ഒരുപാട് തൊഴിൽ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അസുഖമായതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ, പഞ്ചായത്തിൻ്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്തായാലും ജലചൂഷണം നടത്തുകയാണെങ്കിൽ കമ്പനിക്ക് അനുകൂലമാവില്ല, എതിർക്കുമെന്നാണ് കൗൺസിലറും പഞ്ചായത്ത് മെമ്പറും പറയുന്നത്. മൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.